Hey guys, myself Steffi Justin, a clinical psychology student. ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളെല്ലാവരുടെയും ലൈഫിൽ നമുക്ക് പല കൈൻഡ് ഓഫ് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാരുടെ ലൈഫിലെങ്കിലും അവർക്കുണ്ടായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും എൻഡ് ചെയ്യുന്നത് ഒരേ രീതിയിലായിരിക്കും. അല്ലെങ്കിൽ ഓരോ റിലേഷൻഷിപ്പിലും അവർക്ക് ഫീൽ ചെയ്യുന്നത് സെയിം തിങ് ആണ്. ദ സെയിം പെയിൻ, ദ സെയിം ഇമോഷണൽ ട്രോമ, അല്ലെങ്കിൽ ദ സെയിം ലോൺലിനെസ്. അതെന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു പാറ്റേൺ എല്ലാ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലും ഒരു വ്യക്തി കാണിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഒരിക്കലും ഒരു കോയിൻസിഡൻസ് അല്ല. ഈ പാറ്റേണിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ റീസൺ ഉണ്ട്. പലപ്പോഴും നമ്മൾ സെഷൻ എടുക്കാൻ നേരത്ത് നമ്മളൊക്കെ ആൾക്കാർ എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ഓരോ റിലേഷൻഷിപ്പിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളെയാണ് ചൂസ് ചെയ്യുന്നത്, ബട്ട് സ്റ്റിൽ അത് എൻഡ് ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കോൺഷ്യസ് തോട്ട് മാത്രമല്ല നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മളൊരു വ്യക്തിയെ ചൂസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടർ. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഡിസിഷനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഫാക്ടറാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റം ഇതിനെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലെസൺ ഓഫ് ലവ് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളതെന്ന് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഫസ്റ്റ് ലെസൺ ഓഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ നിന്നല്ല വരുന്നത്. നേരെ മറിച്ച് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഇമോഷണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ലെസൺ ഓഫ് ലവ് വരുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എങ്ങനെയാണ് ഇനി ഫ്യൂച്ചറിൽ പല രീതികളിൽ നമ്മൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ചെറുപ്പകാലഘട്ടത്തിൽ വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ഒരു കുട്ടിക്ക് ലവ് കിട്ടുന്നതെങ്കിൽ അതാണ് നെർവസ് സിസ്റ്റം ലേൺ ചെയ്യുന്നത്. അറ്റൻഷനും കെയറും ഏൺ ചെയ്തെടുക്കേണ്ട ഒരവസ്ഥയാണ് വരുന്നതെങ്കിൽ അതാണ് നെർവസ് സിസ്റ്റം ലേൺ ചെയ്യുന്നത്. വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡും ഏർലി ഇമോഷണൽ എക്സ്പീരിയൻസുമാണ് ഒരു കുട്ടിക്കുണ്ടെങ്കിൽ അതാണ് അവിടെ ആ വ്യക്തി ലേൺ ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ഏർലി ലൈഫിൽ ഇമോഷണൽ എക്സ്പീരിയൻസസ് ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഒബ്വിയസ് ആയിട്ട് ആ വ്യക്തിയുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഇത് പല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇതിന് ഒരിക്കലും നമ്മൾ വിഷമിക്കുകയോ അയ്യോ എനിക്കെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. നേരെ മറിച്ച് ഈ പാറ്റേൺസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണയും നമ്മുടെ ഇമോഷണൽ റെസ്പോൺസിനെ പറ്റിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ചില സമയത്ത് ബോറിംഗ് ആണ്. കാരണം അൺഹീൽഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ അൺഹീൽഡ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റത്തിന് ചില സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ലൈഫിൽ എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകട്ടെ. ഇത് മനസ്സിലാക്കണം, അറിയണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.